നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയമാണ്. ഇപ്പോൾ പഴയ പോലെയല്ല, ഫിഫ റാങ്കിങ് ലൈവായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഏതായാലും സ്പെയിനിന് 1-ാം സ്ഥാനം നഷ്ടമായിരിക്കുന്നു. യെസ്, 1-ാം സ്ഥാനത്തേക്ക് ഫ്രാൻസ് കടന്നു വന്നിരിക്കുന്നു. ഈജിപ്തിനോട് സ്പെയിന് സമനിലയിൽ കുരുങ്ങിയതാണ് അവരുടെ സ്ഥാനം നഷ്ടമാവാൻ കാരണം. അതേസമയം ഇൻ്റർനാഷണൽ ബ്രേക്ക് കളിച്ച് 2 കളികളും വിജയിക്കുകയുണ്ടായി ഫ്രാൻസ്. അതിൻ്റെ ഫലമായിട്ട് അവരിത് 1-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ബ്രസീൽ ഇപ്പോൾ കഴിഞ്ഞ കളി ഫ്രാൻസിനോട് തോറ്റിട്ട് 7-ാം സ്ഥാനത്തേക്ക് വീണിരുന്നു. ഇപ്പോൾ ഈ കളി ജയിച്ചതോടുകൂടി 6-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അർജൻറ്റീന 3-ാം സ്ഥാനത്താണ്. പോർച്ചുഗൽ 5-ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ടോപ്പ് 5-ൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം. ഫ്രാൻസ് 1-ാം സ്ഥാനത്തേക്ക് എത്തി. ഫ്രാൻസിന് 1877.32 റേറ്റിംഗ് പോയിൻറ്റുകളാണുള്ളത്. സ്പെയിന് 2-ാമതായി 1876.4 അവരുടെ റേറ്റിംഗ് പോയിൻറ്റ്. അർജൻറ്റീന 3-ാം സ്ഥാനത്ത് 1874.81 അവരുടെ റേറ്റിംഗ് പോയിൻറ്റ്. 4-ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്, 5 പോർച്ചുഗൽ, 6 ബ്രസീൽ. 1761.16 ബ്രസീലിൻ്റെ റേറ്റിംഗ് പോയിൻറ്റ്. 7 നെതർലൻഡ്സ്, 8 മൊറോക്കോ, 9 ബെൽജിയം, 10 ജർമ്മനി. ഇതാണ് ഏറ്റവും പുതിയ ടോപ്പ് 10 എന്ന് പറയുന്നത്. 11-ാമതാണ് ക്രൊയേഷ്യ, 12 ഇറ്റലി, 13 കൊളംബിയ, 14 സെനഗൽ, 15 മെക്സിക്കോ, 16 USA, 17 ഉറുഗ്വായ്, 18 ജപ്പാൻ, 19 സ്വിറ്റ്സർലൻഡ്, 20 ഡെൻമാർക്ക്. ഇതാണ് ടോപ്പ് 20 ടീമുകൾ. ഏതായാലും ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഇനിയും മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്ലൈറ്റ് ഡിഫറൻസുകളൊക്കെ വരാം. പക്ഷേ ടോപ്പ് 10-ൽ ഇനി മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഓൾറെഡി ഈ ടോപ്പ് 10-ലെ ടീമുകളുടെ കളിയൊക്കെ കഴിഞ്ഞതാണ്. ഇതാ സ്പെയിനിനെ മറികടന്ന് ഫ്രാൻസ് 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.